കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാടുന്ന ഭരതീകരം വെക്കണമേ. കർത്താവെ, മനസ്സുകൊണ്ട് ഉറ്റവർ പിരിഞ്ഞുപോയതിൻ്റെ പേരിൽ, രോഗികളായതിൻ്റെ പേരിൽ മനസ്സ് പൊടിഞ്ഞു നടക്കുന്നവരുണ്ട്. കർത്താവെ, നീ ഇപ്പോഴവരെ സ്പർശിക്കണം, അവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഒത്തിട്ടില്ല, കല്യാണത്തിന് വേണ്ട കാര്യങ്ങളാണ്. ചിലർക്ക് ജീവിത പങ്കാളിയെ കണ്ടുമുട്ടിയിട്ടില്ല, ചിലർക്ക് കണ്ടുമുട്ടിയവർക്ക് പണമില്ല, വീട് പണി പൂർത്തിയായിട്ടില്ല, യാത്രയ്ക്ക് വിസ ഒത്തു കിട്ടുമോ, ടിക്കറ്റ് കിട്ടുമോ സമയത്ത്, അങ്ങനെ പല ആശങ്കകളുള്ള എല്ലാ മനുഷ്യരെയും ഇപ്പോഴും എന്തെല്ലാം ദൈവവേദലെ നീ എന്തിനെല്ലാം വേണ്ടിയാണ് ഇന്നത്തെ ദിവസം ആശങ്കപ്പെടുന്നത്? നീ കൃപാസനം ആൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ നാമത്തിൽ ഉടമ്പടി എടുത്ത ആളാണ് നീ. അമ്മ നിന്നെ കൈവിടത്തില്ല. നിനക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട് അമ്മയോട് പറയാൻ. അമ്മേ, അതുകൊണ്ട് നീ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഞങ്ങളെല്ലാം നിനക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് മക്കളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. മക്കളുടെ ദുർനടപ്പുകളും തോന്നിവാസങ്ങളും ലഹരി ജീവിതങ്ങളും, അതൊക്കെ കുടുംബത്തിലെ പിതാക്കന്മാരുടെ തോന്നിവാസങ്ങൾ, കുടുംബത്തിൽ അടിക്കടി ഉണ്ടാകുന്ന രഹസ്യവും പരസ്യവുമായ കലഹങ്ങള്, കർത്താവെ നീ ഏറ്റെടുക്കണമേ. നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കുക. അള്ളിച്ചത് കർത്താവ് നിന്റെ നാമത്തെ ആശംസിക്കുന്ന സമാധാനം അവരുടെ മക്കൾക്ക് അനുഭവേദ്യമാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലി ഇല്ലാത്തവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ആശുപത്രിയിൽ നിന്ന് വെന്റിലേറ്ററിലായവരുണ്ട്. കർത്താവെ, അതുപോലെ തന്നെ ഡോക്ടർ 72 മണിക്കൂർ പറഞ്ഞിരിക്കുന്നവരുണ്ട്. ആ മണിക്കൂറുകളെല്ലാം ആരോഗ്യപരമായിട്ട് കൈകാര്യം കഴിഞ്ഞു പോകാൻ ഇടയാക്കണമെന്ന് ചെയ്യും. വിവാഹവുമായി ബന്ധപ്പെട്ട കേസുകള്, ജീവിതം ഇരുട്ടിലായി പോയവരെ, നല്ല സന്തോഷത്തോടെ ജീവിച്ചു വരുന്നവര്, ജീവിതത്തിൽ പ്രതീക്ഷ പ്രവേശിച്ചവര്, മനസ്സുമടുത്ത് നടക്കുന്നവര്, അവരെല്ലാം ഞാൻ ഈ സമയത്ത് കർത്താവിന്റെ നാമത്തെ ആശീർവദിക്കുന്നു. കടകാമ്പോളങ്ങൾ പൊട്ടിപ്പോയവരെ, തൊഴിൽ നഷ്ടപ്പെട്ട ഇടങ്ങൾ, തിരിച്ചു കയറാൻ പറ്റാതിരിക്കുന്ന വിഷമതകൾ, പരിശുദ്ധമ്മ ദേവമാതാവിന്റെ മാധ്യസ്ഥത്തിനെ ഞാൻ ഈ മക്കളെല്ലാം സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ദൈവശക്തി അതിനെ അനുഗ്രഹിക്കപ്പെടട്ടെ. വാഗ്ദാന പേടകത്തെ സമീപിക്കാനുള്ള 8ാമത്തെ യോഗ്യത, ഇന്ന് 8ാം ദിവസം. എന്താണെന്നറിയാവോ? ത്യാഗ മനസ്സോടെ ആണ് ഉള്ള ജീവിതമാണ് വാഗ്ദാന പേടകത്തെ സമീപിക്കാനുള്ള യോഗ്യത. അത് പറയണത് റോമ 12:1. ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. അതായത് നമ്മുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി ദൈവത്തെ സമർപ്പിക്കുന്നതാണ് ചില വേർഷൻസിലുള്ളത്. നമ്മുടെ ശരീരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാറ് എന്നെ കാണാൻ വന്ന സാറിന് ഓപ്പറേഷനാണ്, ക്യാൻസറിൻ്റെ ഓപ്പറേഷനാണ്. ഞാൻ സാറോട് സംസാരിച്ചു. അപ്പോൾ എന്താണ് വിഷയം എന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും ഓർക്കും, സാറ് വളരെ സൗമ്യനാണ്, വർഷങ്ങളായിട്ട് വേദപാഠ അധ്യാപകനാണ്, ശബ്ദം ഉയർത്തി സംസാരിക്കത്തില്ല. നമ്മളുടെ ഒരു പഴയ എൽഡേഴ്സ് ഇല്ലേ, പഴയ നിയമത്തില്ല, എൽഡേഴ്സിനെ പോലെ ഒരു കാര്യക്ഷമയുള്ള ഒരു മനുഷ്യനാണ്. മുപ്പന്മാരെന്ന് പറയത്തില്ല ബൈബിളിൽ, അതുപോലെയുള്ള നല്ല ഉപദേശകനാണ്. ആൾക്കാരോട് സൗമ്യമായിട്ട് പെരുമാറും. നമുക്കൊരു കുറ്റം അങ്ങ് നേരിട്ട് അങ്ങനെ സാർ അങ്ങനെ ചെയ്തു എന്നൊന്നും ആർക്കും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കുറ്റമറ്റ ജീവിതമാണ്. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു,
സാറെ കുറ്റമറ്റ ജീവിതം ഉണ്ടായിട്ട് ആൾക്കാരെ കുറ്റമറ്റ ആൾക്കാരെല്ലാം ഇവിടെ സുന്ദരമായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ സാറിന് മാത്രം ക്യാൻസർ വന്നത് എന്താണെന്ന് സാർ ചിന്തിക്കുമോ? അപ്പോൾ സാറ് ചിരിച്ചില്ല, ഞാൻ ചിന്തിക്കത്തില്ല എന്നാണ്. എന്ത് ഞാൻ അങ്ങനെ ചിന്തിച്ചേ, അങ്ങനെ ഒരു ചിന്ത കൊണ്ട് പുള്ളിയുടെ ദൈവസന്നിധിയിലുള്ള ഒരു ടെസ്റ്റിംഗ് ടൈമല്ലേ ഇത്. ടെസ്റ്റിൻ്റെ കാര്യം പുള്ളി നല്ലൊരു എല്ലാവർക്കും മാതൃകയായിട്ട് ജീവിക്കുന്ന വേദാധ്യാപകനും പിന്നെ +2 പ്രിൻസിപ്പളൊക്കെയാണ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരാളായി, ഞാൻ ആ പെടവിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ എനിക്കിങ്ങനെ ആക്കത്തൂക്കങ്ങളെല്ലാം അറിയാം. അപ്പോൾ ഭൂമിയിൽ ഒത്തിരി നല്ല മനുഷ്യരുണ്ടേ. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറങ്ങനെ തോന്നുന്നുണ്ടോ? ഇങ്ങനെ ലോകത്ത് എന്തുമാത്രം സാറുമാരുണ്ട്, മദ്യപിക്കുന്നവരുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാ കൂട്ടത്തിലും ഉണ്ടത്. സാറുമാരെ മാത്രം കുറ്റം പറഞ്ഞ കാര്യമില്ല. സാറുമാർ പ്രയോറിറ്റി ബെറ്റർ ആയിട്ടുള്ളവരാണ്. പക്ഷെ എന്നാലും അവരുടെ കൂട്ടത്തിലുമൊക്കെ എപ്പോഴും കേസും വഴക്കും ഒക്കെ ആയിട്ട് നടക്കുന്നത്, ക്ലാസ്സിൽ കയറാത്ത യൂണിയൻ പ്രവർത്തനം മാത്രം നടക്കുന്ന സാറുമാരില്ലേ. എനിക്കത് കാണുമ്പോൾ സങ്കടമാണ്. അതൊക്കെ പറ്റിപ്പല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ സാർ വളരെ, അപ്പം സാർ ഒരു മോഡലാണ്, കർത്താവിന് മുമ്പിൽ എടുത്ത് വെക്കാൻ പറ്റിയൊരു മോഡലാണ്. അപ്പോൾ പുള്ളിയുടെ ശരീരത്തിലല്ലേ ഈ ക്യാൻസർ ഇപ്പോൾ വന്നിരിക്കണേ. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറിങ്ങനെ ഇത്രയും കൃത്യവും വൃത്തിയും പിന്നെ സന്തോഷവും ഭക്തിയൊക്കെ ആയിട്ട് ജീവിച്ചിട്ട് മറ്റുള്ളവർ സാറിൻ്റെ കൂടെയുള്ളവർക്കൊക്കെ ഒരു കുഴപ്പമില്ല, അവർ ഭംഗിയായിട്ട് നടക്കുമ്പോൾ സാറ് ചിന്തിക്കത്തില്ലേ, ഞാൻ ഇങ്ങനെ നല്ലോണം ജീവിച്ചിട്ട് എനിക്കിങ്ങനെ സംഭവിച്ചില്ല, അങ്ങനെ സാറ് ചിന്തിക്കുമോ? ഇല്ല ചിന്തിക്കത്തില്ല. ഞാൻ അത് കർത്താവിൻ്റെ പീഡാനുഭവങ്ങളുടെ പങ്കായിട്ടെടുക്കാം. അതാണതിപ്പോൾ പറഞ്ഞത്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതായത് അപ്പം ഞാൻ സാറിനോട് വേറൊരു കാര്യം പറഞ്ഞു കേട്ടോ. അതായത് ഞാൻ പറഞ്ഞു, സാറേ ഇപ്പം നമ്മളൊരു അധ്യാപകനാകുമ്പോൾ നമുക്ക് കുറച്ച് നാൾ പഠിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നത്തില്ലേ, ഒരു 10,000 രൂപയുടെ കൂടി കിട്ടിയാൽ നല്ലതായിരുന്നു, വീട്ടിലെ ചിലവ് കൂടുന്നല്ല. അപ്പോൾ ഒരു ഇൻക്രിമെൻ്റ്, ഒരു ഹൈപ്പൊക്കെ കിട്ടിയാൽ നല്ലതാണ്. ഇപ്പം താഴ്ന്ന നിലവാരക്കാർക്ക് ഇപ്പം ലീവ് സറണ്ടർ ബ്ലോക്ക് ചെയ്തില്ലേ. ലീവ് സറണ്ടർ ബ്ലോക്ക് ചെയ്യാൻ കാര്യം വെച്ചാൽ അതിനകത്ത് മുതലെടുപ്പ് നടന്നിട്ടാണ്. ഒരാൾ ലീവ് എടുക്കണില്ല എന്ന് പറഞ്ഞാൽ സറണ്ടറിന് ഓൾറെഡി അവർക്ക് അത്രയും ലീവ് ഉള്ളതാണ്, ഗവൺമെൻറ് അനുവദിച്ച ലീവാണ്. ആ ലീവ് അവർ കൊടുത്തിട്ട് കാശാക്കി മേടിക്കണം ഗവൺമെൻറ്റൊക്കെ ജോലി എടുത്തിട്ടായിരിക്കാം. പക്ഷെ അപ്പോൾ ജോലി ഇല്ലാതെ നിൽക്കുന്ന കുറേ പേരുണ്ടല്ലോ ഇവിടെ. അതാണ് ജോലി ഇല്ലാതെ ഒരു ജോലി ഇന്ന് വരെ അവർക്ക് ഇന്നലെ ഞാനൊരു ടീച്ചറിനെ കണ്ടെത്തി കേട്ടാ. അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ പ്രാർത്ഥിച്ചു. ഞാനിപ്പോൾ ധ്യാനത്തിൽ പോയിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, എന്താ ടീച്ചറെ 42 ആഴ്ച. അപ്പോൾ 42 42 വയസ്സായി. അപ്പോൾ ശരിക്കും എൻ്റെ ചങ്ക് പൊടിഞ്ഞു പോയത് കേട്ടപ്പോൾ. ഞാൻ പറഞ്ഞു, കർത്താവേ കിട്ടണേ. അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരും, ടീച്ചേഴ്സിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരികയാണ്. അപ്പോഴാണ് കുറേ ആൾക്കാർ ലീവ് സറണ്ടർ ചെയ്തിട്ട് അതിനെ കാശ് മേടിക്കാതിരിക്കണേ. അപ്പം നീ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കണ്ടേ, മറ്റുള്ളവരെ കൊണ്ട് ജീവിക്കണ്ടേ. അവർ നിനക്ക് മൊത്തം ജീവിച്ചാൽ മതിയാ. അപ്പം അത് വശം, എൻ്റെ ഒരു ആത്മീയ വശം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ സാർ എന്നോട് പറഞ്ഞതറിയാം. സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഏത് ടീച്ചർമാരായാലും ചിലപ്പോൾ ഒരു ഹൈപ്പ് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കും. ടീച്ചർ മാത്രമല്ല, ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, അവരുടെ പെൻഷൻ ഒന്ന് ഇൻക്രീസ് ചെയ്യണം, അവരുടെ DA ക്ഷാമബത്തം ഒന്ന് കൂടണം എന്നൊക്കെ ആഗ്രഹിക്കുക എല്ലാവരും. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ജീവിത ചുറ്റുപാട് കൊണ്ടാണ്. ദൈവവും ഇതുപോലെ ആഗ്രഹിക്കും. ഞാൻ സാറിനോട് പറഞ്ഞു, എന്താണ് നിങ്ങളെ ഒരു കൃപാ ലെവലിൽ നിന്ന് കർത്താവ് വിചാരിക്കും എൻ്റെ മകന് സാധ്യതയുള്ളതാണ്, ഇത്രയൂടെ കൃപ കിട്ടാനുള്ള സാധ്യതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവനൊരു സഹനത്തിൻ്റെ ഒരു സാഹചര്യം കൊടുത്തിട്ട് കൃപയുടെ ലെവൽ വർദ്ധിപ്പിക്കാനാണ്. അപ്പോൾ സാറ് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എന്ന കാര്യം ശരിയാണ്. കാര്യം നമുക്കൊരു ഹൈപ്പാണത്. നമ്മളൊക്കെ ഇപ്പോൾ എനിക്ക് കിഡ്നി രോഗമില്ലേ, ഞാൻ അതുകൊണ്ട് കർത്താവേ നീ എനിക്ക് കിഡ്നി രോഗം തന്നില്ല കർത്താവേ, എനിക്കിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല കർത്താവ്, ഞാൻ ഡയറ്റിലാണല്ലോ എടുത്തത്. ഞാൻ കർത്താവിനോട് പറഞ്ഞ ഐ വിൽ നോട്ട് സേ നെവർ സേ. ഞാൻ പറഞ്ഞ കർത്താവ് എനിക്ക് ജോലിയൊക്കെ എന്നെ ഒരു സന്തോഷമുള്ള വെച്ചാൽ എനിക്ക് എൻ്റെ ജോലിയെല്ലാം ഞാനത് കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കണം. എൻ്റെ വർക്ക് എന്നെക്കൊണ്ട് എൻ്റെ ഈ പ്രായത്തിൽ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, കർത്താവിൻ്റെ ജോലിയിലുണ്ട്. അപ്പം ഞാൻ ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. പിന്നെ കേട്ടാൽ നമ്മൾ ബോണസിലായിപ്പോൾ പോണത്, കാര്യങ്ങൾ ബോണസിലായി പോണത് വെച്ചാൽ ഒരു തുള്ളി സമയം കളഞ്ഞിട്ടില്ല, വെറുതെ ആവശ്യമില്ലാത്ത ഒന്നിനും ചെയ്തിട്ടില്ല.
അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെ വർക്കുകളല്ല ചെയ്തിരിക്കണം. ജോലി ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകണം, സഭ വളരണം, സമുദായത്തിനും സമൂഹത്തിനുമൊക്കെ മേന്മ ഉണ്ടാകണം. അങ്ങനെ എല്ലാ മേഖലകളിലും എല്ലാ കാലത്തും ആരോഗ്യത്തിൽ കരുതാനും എനിക്ക് സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ എന്താ പറയണമെന്ന കാര്യം, ഞാൻ പറയാൻ കാര്യം, നമുക്കൊരു ഹൈപ്പ് തരാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ കർത്താവിൻ്റെ സഹനത്തിൽ നമുക്കൊരു പങ്കാളിത്തം തരും. അപ്പോൾ നമ്മൾ അതിനോട് ക്രിയാത്മകമായിട്ട് അതിനോട് പങ്കെടുക്കും. ക്രിയാത്മകമായിട്ട് അങ്ങനെ പങ്കെടുക്കുമ്പോൾ നമുക്ക് കർത്താവിന് സന്തോഷമാകും. എന്താ? അപ്പം നമുക്ക് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ. അതെങ്ങനെ? ശരീരത്യാഗത്തിലൂടെയാണ്. ശരീരത്തിൽ ക്ലേശം അനുഭവിക്കുന്നത് ഈശോയുടെ നാമത്തിലാണ്. അത് മനുഷ്യാവതാരം കൊണ്ട് ഈശോ കൊണ്ട് നേട്ടം അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം അവനെല്ലാ നാമങ്ങളും ഉന്നതമായ നാമത്തിലേക്കായി ദൈവം അവൻ ഉയർത്തി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും